ഗൈസ് വണ്ടി ഐട്ടണാണ് കേട്ടോ. ഐട്ടണിലെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ബ്രേക്ക് താന്ന് പോകണം എപ്പോഴും. ചില സമയത്ത് താന്ന് പോകില്ല, ചില സമയത്ത് താന്ന് പോകും. അപ്പോൾ ചവിട്ടുമ്പം ബ്രേക്കോട് ഫുള്ളും താന്ന് പോവുകയാണ്. അപ്പം മാസ് സിലിണ്ടർ വിത്ത് ബൂസ്റ്റർ മാറണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കുള്ള കംപ്ലൈൻറ്റ് മാസ് സിലിണ്ടർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുള്ളും അയച്ച് മാസ് സിലിണ്ടറിൻ്റെ അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ മാസ് സിലിണ്ടർ. മാസ് സിലിണ്ടറിലെ 2 വാൾവും ലീക്ക് ഉണ്ടായിരുന്നു. മാസ് സിലിണ്ടറും കംപ്ലൈൻ്റ് ആണ്, താന്ന് പോകുന്നുണ്ട്. നമ്മളോട്ട് ചോദിക്കുമ്പം താന്ന് പോയിട്ടില്ല, കസ്റ്റമർക്ക് താന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 3 ഡേ ഇവിടെ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്ത് കോൾഡിലും ഹോട്ടിലും 2 രീതിയിൽ കംപ്ലൈൻറ്റ് നോക്കിയിട്ടാണ് മാസ് സിലിണ്ടർ മാറിയത്. ബൂസ്റ്റർ ശരിക്കും കംപ്ലൈൻ്റ് ഇല്ല. അതുപോലെ തന്നെ കുഞ്ഞ് വാൾവുണ്ട്, ആ 2 വാൾവും മാറി മാസ് സിലിണ്ടർ മാറിയിരിക്കുകയാണ് നമ്മൾ. മാസ് സിലിണ്ടറൊക്കെ മാറി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്ത് കേട്ടോ. അപ്പം നമ്മൾ അടുത്ത മോർണിംഗിൽ എങ്ങനെയാണ് കംപ്ലൈൻറ്റ് എന്ന് അറിയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ടായി. പെഡലാണെങ്കിൽ ഉണ്ട്, താന്നൊന്നും പോകണില്ല, പക്ക ഹാഫ് പെഡൽ. അപ്പം സംഭവം മാസ് സിലിണ്ടർ ആയിരുന്നു കംപ്ലൈൻറ്റ്. അതിൻ്റെ 2 വാൾവും കംപ്ലൈൻ്റ് ആയിരുന്നു. വാൾവ് ലീക്കായിരുന്നു. ഈ വാൾവ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന വാൾവാണ്. അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഒന്നും കൂടെ ഓട്ടിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് ഫിറ്റിങ്സ് എല്ലാം ഫ്രണ്ടിലുള്ള ഫിറ്റിന് ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫുൾ പ്രോപ്പറിൽ ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇട്ടിരിക്കുന്ന മാസ് സിലിണ്ടറും ആ വാൾവും ഒറിജിനലാണ് ഇട്ടിരിക്കുന്നത്. ഹുണ്ടായുടെ ഒറിജിനൽ പാർട്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.